സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. യുഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് ആവേശം പകരാൻ രാഹുൽ ഗാന്ധി ഇന്ന് പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. ആറന്മുള, കോന്നി, റാന്നി, തിരുവല്ല മണ്ഡലങ്ങളിലെ സംയുക്ത സമ്മേളനം രാഹുൽ ഉദ്ഘാടനം ചെയ്യും. പുതുപ്പള്ളി, ഏറ്റുമാനൂർ, കോട്ടയം മണ്ഡലങ്ങളിലെ പ്രചാരണ പരിപാടികളിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും. കൊല്ലത്താണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണം. വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന ഹോം വോട്ടിംഗ് സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇന്ന് ആരംഭിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ, തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ, കോഴിക്കോട് നിന്ന് അനീഷ് ദേവസിയും ചേരുന്നുണ്ട്. ആദ്യം വിപിൻ സി വിജയനിലേക്കാണ്. വിപിൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാഹുൽ ഗാന്ധി എത്തുകയാണ്. പത്തനംതിട്ടയിൽ മാത്രമല്ല, കോട്ടയത്തൊക്കെ കൂടി വരുന്നുണ്ട്. രണ്ട് ജില്ലകളിൽ കാര്യമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ, പ്രത്യേകിച്ച് ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ആറന്മുള മണ്ഡലമൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ പ്രചരണത്തിനാണ് രാഹുൽ ഒരുങ്ങുന്നത്. മാത്രമല്ല, ഹോം വോട്ടിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പോളിംഗ് ആരംഭിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ വീടുകളിലെത്തിയുള്ള വോട്ട് രേഖപ്പെടുത്തലാണെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം ഘട്ടമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. വാക്പോരും ഒരു വഴിക്ക്. ഗുഡ് മോർണിംഗ് ഗോകുൽ. ശ്രീനിധി, ഇനി 10ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ കൊണ്ടുപിടിച്ചിട്ടുള്ള പ്രചാരണം മുക്കിലും മൂലയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിരാവിലെ തന്നെ സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിനായി ഇറങ്ങുന്ന കാഴ്ചയാണ് ഓരോ ഭാഗത്തു നിന്നും, ഓരോ മണ്ഡലത്തു നിന്നും കാണാൻ സാധിക്കുന്നത്. കാരണം അത്രത്തോളം വെയിലിൻ്റെ ഒരു ചൂടുള്ളതുകൊണ്ട് ഒരു 10-11 മണിയാകുമ്പോഴേക്കും ആദ്യഘട്ട പ്രചാരണം അവസാനിപ്പിക്കുന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റമായി പോകുന്നത്. പിന്നീട് ഗോകുൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് കേരളത്തിലേക്ക് ഒരുമിച്ച് എത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെ നരേന്ദ്രമോദി പാലക്കാടും തൃശ്ശൂരിലും എത്തി. ഇന്നിപ്പോൾ ഇതാ രാഹുൽ ഗാന്ധി എത്തുന്നു. പത്തനംതിട്ടയിലും കോട്ടയത്തുമാണ്, ഉച്ചയ്ക്ക് ശേഷം കോട്ടയത്തുമാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രധാന പ്രചാരണ പരിപാടികൾ. ഒപ്പം ഇപ്പോൾ കേരളത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് വിഷയങ്ങൾ, അതായത് ഇപ്പോൾ ഡീൽ വിഷയങ്ങളായാലും അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയായാലും ആ വിഷയങ്ങളിലൊക്കെ തന്നെ ഇന്നലെ നരേന്ദ്രമോദി പറയുന്നു. ഇരു മുന്നണികളെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം നടത്തുന്നു. അതിൽ സ്വർണ്ണക്കൊള്ള പ്രതിപാദിക്കാതെ പോകുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലടക്കം അദ്ദേഹം അഭിപ്രായം പറയുകയും ചെയ്യുന്നു. അപ്പോൾ വികസനത്തിന് ഒരു മോദി ഗ്യാരണ്ടിയാണ് ഇന്നലെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം എന്നുണ്ടെങ്കിൽ അതിന് മറുപടിയായി ഇന്ദിരാ ഗ്യാരണ്ടി ഓൾറെഡി ഉണ്ട്. അതിനപ്പുറമായി ഇന്ന് രാഹുൽ ഗാന്ധി എന്ത് പറയും, എന്ത് രാഷ്ട്രീയമായിരിക്കും കേരളത്തിൽ പറയാൻ പോകുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ചാണ്ടി ഉമ്മന് വോട്ട് ചോദിച്ചുകൊണ്ട് അദ്ദേഹം കോട്ടയത്തേക്ക് എത്തുന്നു, ഏറ്റുമാനൂരിലേക്ക് എത്തുന്നു, പുതുപ്പള്ളിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിലും എല്ലാ സ്റ്റാർ ക്യാമ്പയിനേഴ്സും കേരളത്തിലേക്ക് ഒത്തൊരുമിച്ച് വരുന്നു എന്നുള്ള ഒരു കാഴ്ച കൂടിയുണ്ട്. അപ്പോൾ ഒപ്പം ഈ ഹോം വോട്ടിംഗ് ഉൾപ്പെടെയുള്ളവ ആരംഭിക്കാനും പോവുകയാണ്. അപ്പോൾ ആദ്യഘട്ട പ്രചാരണം കഴിഞ്ഞിരിക്കുന്നു. നമ്മളതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്ന് സ്റ്റാർ ക്യാമ്പയിനേഴ്സ് വരുന്നു, പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ന് രാഹുൽ ഗാന്ധി പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെടെ അദ്ദേഹം പറയാനുള്ള സാധ്യത, രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടിൽ തിളച്ചു മറിയുകയാണ് കേരളമെന്ന് നിസ്സംശയം പറയാം. ഗോകുൽ, തീർച്ചയായും വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോടേക്കാണ് പോകുന്നത്. കോഴിക്കോടിലെ വിശേഷങ്ങൾ, മലബാർ മേഖലയിലെ സമഗ്രമായ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ അനീഷ് ദേവസി കൂടി ചേരുന്നുണ്ട്. അനീഷ്, അങ്ങനെ തെരഞ്ഞെടുപ്പ് ഇതാ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ നേതാക്കൾ തമ്മിലുള്ള പരസ്യ പ്രതികരണങ്ങളും വാക്പോരുകളും ഒക്കെ സജീവമായി തുടരുകയാണ്. വയനാട് ചൂരന്മല ടൗൺഷിപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ്. ഏതായാലും കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. പോളിംഗ് ബൂത്തിലെത്താൻ ഇനി ഏകദേശം 10 ദിവസം മാത്രം അവശേഷിക്കെ എല്ലാ സ്ഥാനാർത്ഥികളും മുന്നണികളും പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ്. പല സ്ഥാനാർത്ഥികളും ആദ്യഘട്ട പ്രചാരണം അവസാനിപ്പിച്ച് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം ഇത്തവണ ദിവസം കുറവായതുകൊണ്ട് പല സ്ഥാനാർത്ഥികൾക്കും മണ്ഡലത്തിൽ മുഴുവൻ ഓടിയെത്താൻ പറ്റിയിരുന്നില്ല എന്നൊരു പരാതി അവർ പറഞ്ഞിരുന്നെങ്കിലും അവർ ആദ്യഘട്ട പ്രചാരണം കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രധാനമായും ദേശീയ നേതാക്കളെ കളത്തിലിറക്കി വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാഴ്ചവെക്കുന്നത്. NDAയ്ക്കായി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയിരുന്നു. കേരളത്തിൽ പാലക്കാടും തൃശ്ശൂരും ആയിരങ്ങൾ അണിനിരുന്ന റോഡ് ഷോയും മഹാസമ്മേളനവുമാണ് ഇന്നലെ നടന്നത്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി, ടീം UDFനായി രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തുന്നുണ്ട്. അദ്ദേഹം പത്തനംതിട്ടയിലും കോട്ടയത്തും പ്രചരണം നടത്തും. നാളെ അദ്ദേഹം മലബാർ മേഖലയിൽ എത്തുന്നുണ്ട്. നാളെ കോഴിക്കോട് എത്തുന്ന അദ്ദേഹം നാദാപുരം മണ്ഡലത്തിൽ KM അഭിജിത്തിന്റെ പ്രചാരണത്തിനായി അദ്ദേഹം എത്തും. ആയിരങ്ങൾ അണിനിരക്കുന്ന റോഡ് ഷോയും അതുപോലെ തന്നെ മഹാസമ്മേളനമാണ് കോഴിക്കോട് മേഖലയിലും കാഴ്ചവെക്കുന്നത്. ഏതായാലും മലബാർ മേഖലയെ സംബന്ധിച്ചോളം, കോഴിക്കോടിനെ സംബന്ധിച്ചോളം, ടീം UDFനെ സംബന്ധിച്ചോളം ഒരു MLA ഇല്ല എന്നൊരു പരാതിയുണ്ട്. 25 വർഷമായി ഒരു കോഴിക്കോട് നിന്നും ഒരു MLA നിയമസഭയിൽ എത്തിയിട്ട് അവസരമായി 2001 കോൺഗ്രസിന്റെ ഒരു MLA നിയമസഭയിൽ എത്തിയത്. ആ ഒരു ചീത്തപ്പേര് മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. അതുകൊണ്ട് ഇത്തവണ കോഴിക്കോട് നിന്ന് എല്ലാ സ്ഥാനാർത്ഥികളും
സ്ഥാനാർത്ഥികളും പറയുന്നത് 13 മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. 13 MLA-മാർ ഇത്തവണ ഉണ്ടാവുമെന്ന് പറയുന്നെങ്കിലും ഇവിടുന്ന് ഈ നാണക്കേട് മാറ്റിയെടുക്കാൻ ഏതായാലും 1-2 MLA-മാരെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ടീം UDF. ഏതായാലും ഈ കേരളത്തിലെ ഈ UDF-ന്റെ കരുത്തുറ്റ നേതൃനിരക്കൊപ്പം രാഹുൽ ഗാന്ധിനെ കൂടെ മുൻനിർത്തി വോട്ട് പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ടീം UDF. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.